ഞാനേ ചെന്ന ഉടനെ അനുവിനെ കൊണ്ടൊന്ന് സംസാരിക്കാം. അവളിന്ന് നേരിട്ട് കാര്യങ്ങൾ അറിഞ്ഞാലേ ആദിലിന്റെ ശരിക്കുള്ള ഉദ്ദേശം മനസ്സിലാക്കാൻ പറ്റും. അവളോടൊന്നും വിട്ട് പറഞ്ഞേക്കല്ലേ രഘുവേട്ട. അനു അറിഞ്ഞാ അത് അച്ഛൻ അറിയുന്നുള്ള കാര്യം ഉറപ്പാ. അതെ രഘുവേട്ട, സ്വർണം രഘുവേട്ടൻ തിരിച്ചു നൽകിയിട്ടില്ല എന്നുള്ള കാര്യം അച്ഛൻ ഒരിക്കലും അറിയാൻ പാടില്ല. നമ്മളങ്ങനെ ചെയ്തെന്നറിഞ്ഞ അച്ഛൻ ഒരിക്കലും നമ്മളോട് ക്ഷമിക്കാൻ കഴിയില്ല. എനിക്കറിയാൻ ചെയ്തു. ആദില് പോലും അമ്മാവനോട് കാര്യം പറയരുത്. അതിനുവേണ്ടി എന്റെ ഓട്ടം. അവനെ ഒന്ന് നേരെ കാണാൻ കൂടി ഞാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അവന്റെ ഒരു കോണ്ടാക്ട് നമ്പർ പോലും കയ്യിലില്ല. അച്ഛന്റെ കയ്യില് അന്ന് അവൻ വിളിച്ച നമ്പർ കാണും. പക്ഷേ അതെടുക്കാൻ പറ്റില്ലല്ലോ. ആ നമ്പറിൽ വിളിച്ചാലും ചിലപ്പോ ആദിലിനെ കിട്ടണം എന്നില്ല ചേച്ചി. അവനിപ്പോ സംസാരിക്കുന്നത് ആദ്യത്തിനായിട്ടായിരിക്കും. അവൻ എല്ലാ തന്ത്രവും പഠിച്ചവനെ. നമ്മളവനെ കാണുന്നില്ലെന്നേ ഉള്ളൂ. പക്ഷെ നമ്മുടെ ഓരോ നീക്കം അവൻ അറിയുന്നുണ്ട്. കോടികളുടെ സ്വർണം നിയമത്തിന്റെ കണ്ണുപിടിച്ച് കടത്തുന്നവനല്ലേ. അവനെ ആരും കാണുന്നില്ലെങ്കിലും അവനെല്ലാം കാണും. അതുകൊണ്ട് തന്നെ അവനോട് ഇടപെടുന്നത് സൂക്ഷിച്ചു വേണം രഘുവേട്ട. ഇപ്പോ ആക്സിഡന്റിൽപ്പെട്ട അവശനായതുകൊണ്ടാകും അവൻ വേറൊരു ആക്രമണത്തിന് മുതിരാത്തത്. പക്ഷേ എന്തും ചെയ്യാനുള്ളൊരു മനസ്സ് അവനെ പോലുള്ളവർക്കുണ്ടാവും. ഇത്തരക്കാരുടെ മുമ്പിൽ പിടിച്ചു നിൽക്കണമെങ്കിലേ നമ്മൾ അതുപോലെ ആവേണ്ടി വരും അമ്പിളി. എന്തായാലും മുങ്ങി ഇനി കുളിച്ച് കയറിയേ പറ്റൂ. ഞാനൊന്ന് ഇറങ്ങാം. എല്ലാം ശരിയാവുമായിരിക്കും. രഘുവേട്ട, എന്തുണ്ടെങ്കിലും വിളിക്കണേ. എന്തെങ്കിലും അറിയുന്നത് വരെ ഞങ്ങൾക്ക് ഇവിടെ ഒരു സ്വസ്ഥത ഉണ്ടാവില്ല. പേടിക്കൊന്നും വേണ്ട അമ്പിളി. എല്ലാം വരുന്നിടത്ത് വെച്ച് കാണാം. ചിരു, നീ തീരെ ടെൻഷൻ ആവരുത്. നിന്റെ ആരോഗ്യവും കുഞ്ഞുങ്ങളെ ഓർക്കണം. ഇതിന്റെ പേരിൽ നിങ്ങൾക്ക് ആർക്കും ഒരു പ്രശ്നം വരാതെ ഞാൻ നോക്കിക്കോളാം. ശരി രഘുവേട്ട.